മാറ്റങ്ങൾക്ക് വിധേയമാണ്. മാറ്റമില്ലാത്തത് ഒന്നേ ഉള്ളൂ, അത് മാറ്റമാണ് എന്നാണ് ശാസ്ത്രത്തിൽ പറയാറുള്ളത്. അങ്ങനെ പുതിയ അറിവുകളിലൂടെ നമ്മൾ പോകുമ്പോൾ, ഈ മാറ്റങ്ങളുടെ ഭാഗമായി പുതിയ അറിവുകൾ കണ്ടെത്തുമ്പോൾ അതുവരെ നിലനിന്നിരുന്ന അറിവുകൾ കാലഹരണപ്പെട്ട അറിവുകളായി മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തുടരേണ്ടത് പുതിയ അറിവുകളാണ്. വൈദ്യശാസ്ത്ര രംഗത്തും ഇത് ബാധകമാണ്. മുൻകാലങ്ങളിൽ കുറേ കാലം മുമ്പ് വരെ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ രോഗങ്ങൾ ഉണ്ടാകും എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു പുതിയ തിരിച്ചറിവുണ്ടായത്. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാലും ചിലരിൽ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. അതേക്കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ നിന്ന് മനസ്സിലായത്, ഇവരിൽ രോഗാണുക്കൾ പ്രവേശിച്ചാലും രോഗാണുക്കളെ ചെറുത്ത് തോൽപ്പിച്ച് രോഗമുണ്ടാകുന്ന ആ പ്രക്രിയ തടയുന്ന ഒരു സംവിധാനം ഇവരുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതായിരുന്നു. ഇതാണ് നമ്മൾ രോഗപ്രതിരോധ ശേഷി, ഈ പ്രതിഭാസമാണ്, ഒരു പ്രതിഭാസമാണ്, അതിനെയാണ് രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഇമ്മ്യൂണിറ്റി. ഇപ്പോൾ നാം തിരിച്ചറിയുന്നത്, ഈ രോഗികൾ ഇവിടെ കൂടുതലായി ഉണ്ടാകുന്നതിന് പ്രധാന കാരണം ഇവരുടെയൊക്കെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞതാണ്. എല്ലാ രോഗങ്ങളും ഏറെക്കുറെ അങ്ങനെ വേണം പറയാൻ. അതാണ് ഈ അണുബാധകളുടെ ലോകമാണിത്. ഈ അണുബാധകൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, അതങ്ങ് വ്യാപിക്കുകയാണ്, അത് സമൂഹത്തിൽ മൊത്തം വ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മളിപ്പോൾ കാണുന്നത് പല പേരിലുള്ള പകർച്ചപ്പനികൾ മലയാളികളെ വിറപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. അപ്പോൾ അടിസ്ഥാനപരമായി ആരോഗ്യമുള്ളൊരു ജനതയുണ്ടാകാൻ, രോഗങ്ങൾ വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടത് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളതിലാണ്. ആ കാര്യത്തിൽ പ്രധാനമായി പറയാനുള്ളത്, മാനസിക പിരിമുറുക്കം, ഉത്കണ്ഠ, വിഷാദം, ഭയം എന്നീ വികാരങ്ങൾ നമ്മുടെ പ്രതിരോധ ശേഷി കുറയാൻ കാരണമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ലൊരു മാനസികാവസ്ഥയാണ് ആദ്യം പ്രതിരോധ ശേഷി സംരക്ഷിക്കേണ്ട കാര്യത്തിൽ നാം ചിന്തിക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ വേറെ പറയാനുള്ള കാര്യം, ജീവകം ഡി പ്രതിരോധ ശേഷിയുടെ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് രാവിലെ 9 മണിക്ക് മുമ്പുള്ള വെയിൽ ഒരു അരമണിക്കൂർ നേരം കൊള്ളുന്നത് നല്ലതാണ്. നമ്മൾ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെയാണ് ജീവകം ഡിയെ പറയുന്നത്. അതും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ പതിവായി വ്യായാമം ശീലിക്കണം, ആഹാരം ക്രമീകരിക്കണം. അതാണ് വേറൊരു കാര്യമുള്ളത്. ആഹാരം ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ എങ്ങനെ ക്രമീകരിക്കണം എന്നുള്ള കാര്യം ഡോക്ടർമാർ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ ശീലിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കും. ഇപ്പോൾ ഒരുപാട് പേരിൽ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ചില അണുബാധകളാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തലച്ചോറിൽ രക്തം കട്ടപിടിക്കുന്നതിന് ഒരുപാട് പേരിൽ കാരണമാകുന്നത് വാക്കകത്തുള്ള അണുബാധകളാണ്. അത് പോയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം പരീക്ഷസിദ്ധമായി തെളിയിക്കപ്പെട്ട അറിവ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ രോഗം വരാതിരിക്കാനും അഥവാ വന്നാൽ എളുപ്പത്തിൽ രോഗശമനം നേടാനും ചികിത്സയോടൊപ്പം ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുക എന്നുള്ളത്.